അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ബിയദിക തഹീലതി അതിരിക്കിനി യാ റസൂലല്ലാ യാ ഹബീബ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ്റെ എക്കാലത്തെയും ശത്രുവാണ് ലയനത്താക്കപ്പെട്ട ഇബ്ലീസ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആ പിശാചിൽ നിന്ന് മോചനം നേടുക എന്നുള്ളത് നമ്മളെ മേൽ ഒരു വലിയ ബാധ്യതയാണ്. എന്നാൽ അത് നമുക്ക് വലിയൊരു പ്രയാസമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്യും. എന്നാൽ അതൊരു ത്യാഗവുമാണ് താനും. ത്യാഗമാണെങ്കിൽ പോലും നമ്മളത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിച്ചാൽ നമുക്ക് സാധ്യമാകുന്നതേ ഉള്ളൂ. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് തന്നെ ഇന്നഹു അദുവ്വുൻ ലക്കും, അവൻ നിങ്ങൾക്ക് ശത്രുവാണ്. അതുകൊണ്ട് ഫത്തഖിദൂഹു അദുവ, നിങ്ങൾ അവനെ ശത്രുവായിട്ട് തന്നെ കാണണം. അങ്ങനെ പറയാൻ എന്താ കാരണം? ശത്രുവിനെ ആയിട്ടല്ലേ കാണുള്ളൂ. പക്ഷേ പിശാചിൻ്റെ ചില മയക്കുകൾ, അവൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള ചില വഴികളുണ്ട്. ആ വഴികളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. കാരണം അവൻ ഉറപ്പിച്ചതാണ് നമ്മളെ പഴപ്പിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്. അവനെ അള്ളാഹു ശപിച്ചപ്പോൾ അന്ന് തന്നെ അള്ളാഹു തആലയോട് അവൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് തന്നെ: നിൻ്റെ മനുഷ്യരെ, ആദമിൻ്റെ മക്കളെ പിഴപ്പിക്കാനുള്ള ഒരു സൗകര്യം എനിക്ക് ചെയ്തു തരണം. അതിന് അള്ളാഹു തആല അവസരം കൊടുക്കുകയും ചെയ്തു. കാരണം എന്തുകൊണ്ടാണ്? മനുഷ്യനെ അള്ളാഹ് പരീക്ഷിക്കാനാണ് ഇവിടെ അയച്ചിട്ടുള്ളത്. എന്നാൽ അല്ലാഹു തആല പറയുകയും ചെയ്തു, അവൻ വരുന്ന വഴികൾ, അവൻ്റെ ഇടപെടലുകൾ, അവൻ്റെ സ്വാധീനങ്ങൾ, അവൻ്റെ താല്പര്യങ്ങളെല്ലാം അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചു തന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് കാണിച്ചു തരികയും ചെയ്തു. ഖുർആൻ എന്താ പറഞ്ഞത്? ലഅഖൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. അപ്പം നമ്മളെ നേരായ മാർഗത്തിൽ നിന്ന് തിരിച്ചുവിടാനുള്ള വലിയൊരു ശ്രമം അവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരായ മാർഗത്തിൽ നമ്മളെ തെറ്റിക്കുക, ഇതാണ് അവൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ അവൻ്റെ ചില പ്രവർത്തനങ്ങൾ, ഹദീസുകൾ വന്നിട്ടുണ്ട്. മദീനത്തൊരു വീട് കത്തി നശിച്ചു ഒരു രാത്രിയിൽ. ആ വീട്ടിൻ്റെ ആളുകളും അതിൽപ്പെട്ടു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞാറോ? ഇന്ന ഹാദിഹിൻ നാറ അദുവ്വുൻ ലക്കും, ഇത് ഈ ഒരു തീ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ശത്രുവാണ്. ഫഇദാ നിംതും ഫഅത്ഫിഊഹാ അൻകും, നിങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അത് കെടുത്തിക്കളയണം. പണ്ട് കാലങ്ങളിലൊക്കെ ഈ എണ്ണ ഒഴിച്ചിട്ടുള്ള വിളക്കുകളായിരുന്നല്ലോ ഉണ്ടാവുക. ചെറിയൊരു കാലത്തെ ഒരു 10-30 വയസ്സ് ഉള്ള ആളുകളുടെ ചെറുപ്പത്തിലേക്കൊന്ന് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ ചെറുപ്പം ഓർത്താൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. കരണ്ടുകൾ ഇതുപോലെ വ്യാപകമല്ലാത്തൊരു കാലം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ വിളക്ക് കത്തിച്ച്, എണ്ണ ഒഴിച്ച് ആ വിളക്ക് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൂടിയിരുന്നത്. മെഴുകുതിരി ആശ്രയിക്കുന്നവരുണ്ട്, അങ്ങനെ പല മേഖലകളെയും ആശ്രയിക്കുന്നവരുണ്ട്. ഗ്യാസിൻ്റെ വിളക്കുകളും ഉണ്ടായിരുന്നു.
പിന്നെ കരണ്ട് വ്യാപകമായപ്പോൾ അത് ഇല്ലാതെയായതാണ്. അപ്പോൾ അതിന് ആ ഒരു സാഹചര്യം പിശാച് അവിടെ തീയിൻ്റെ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാരണം പിശാചിനെ പഠിച്ചതിനെ തീ കൊണ്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമുക്കൊരു മുൻകരുതൽ എന്ന നിലക്ക് നമ്മളോട് പറഞ്ഞു, ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ആ വിളക്ക് കെടുത്തി കളയണം. അത് വലിയൊരു സന്ദേശമാണ്. അത് ഇപ്പോഴും നമുക്ക് ആ കരണ്ടുകൾ വന്നെങ്കിലും ഏത് കാലത്താണെങ്കിലും ആ വാക്കിനൊരു പ്രസക്തിയുണ്ട്, അതിലൊരുപാട് സത്യങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം നിലത്ത് വീണാൽ നിങ്ങളത് അവിടെ അങ്ങനെ തന്നെ ഇടരുത്. അതിന്മേൽ എന്തെങ്കിലും പൊടിയോ അഴുക്കോ ആയിട്ടുണ്ടെങ്കിൽ കഴുകി അത് നിങ്ങൾ ഭക്ഷിക്കണം. ഇല്ലെങ്കിൽ അത് പിശാചിൻ്റെ ഭക്ഷണമാണ്. ശൈത്താന് വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും മറ്റൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് കഴിക്കണം, അടുത്ത ഭാഗത്തു നിന്ന് കഴിക്കണം, ബിസ്മി ചൊല്ലി കഴിക്കണം. ബിസ്മി ചൊല്ലിയിട്ടെങ്കിലെങ്കിലോ അവിടെ പിശാച് പ്രത്യക്ഷപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ ഭക്ഷണം കഴിക്കും ബിസ്മി മറന്നുപോയാൽ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു എന്ന് ചൊല്ലണം എന്നാണ്. അത് ചൊല്ലിയാൽ പിശാച് അവൻ കഴിച്ചതൊക്കെയും അവൻ ഛർദ്ദിച്ചു പോകും. ഇല്ലെങ്കിൽ അവൻ നമ്മുടെ കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, നമ്മളൊരു സുഹൃത്തായിട്ട് അവൻ മാറും. അപ്പോൾ നമ്മളിൽ ഒരു പിശാചിൻ്റെ ഒരു താല്പര്യമുള്ളൊരു മനസ്സ് നമുക്ക് വരും. അപ്പം നന്മയോട് നമുക്ക് താല്പര്യക്കുറവ് വരും, തിന്മയോട് നമുക്ക് വലിയൊരു താല്പര്യവും വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം ഭക്ഷണത്തിൽ ബർക്കത്തുണ്ട്, അത് നമ്മൾ കളയാൻ പാടില്ല. ഭക്ഷണത്തിൽ മരുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളാ കഴിച്ച ഭക്ഷണപാത്രം നിങ്ങളതൊന്ന് തുടച്ച് തിന്നുക, വേണമെങ്കിൽ കഴുകി കുടിച്ചാൽ അത്രയും നല്ലതാണ്. കാരണം ഫഇന്നഹു ലാ യദ്രി ഫി അയ്യി ത്വആമിഹിൽ ബർക്കത്ത്, ഏത് ഭക്ഷണത്തിലാണ് ബർക്കത്ത് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. കുടുംബക്കാർ പറ്റുന്ന ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. എന്താ കാരണം? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നക്കുലു പല ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് വയറ് നിറയുന്നില്ല, എന്താണ് അതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ഫല അല്ലക്കും തഫ്തരിക്കും, നിങ്ങളിങ്ങനെ വിട്ടുപിരിഞ്ഞിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? കാരണം ഇപ്പോൾ ബൊഫയുടെ കാലത്താണല്ലോ പുതിയൊരു തലമുറ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ട് കഴിക്കുക, അങ്ങനെയല്ല. പണ്ടത്തെ ആളുകളൊക്കെ ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നൊരു സ്ഥിതി, ഭക്ഷണത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് കൈകൾ നീട്ടി ആ ഒരു ഭക്ഷണത്തിന് എല്ലാവരും ഇങ്ങനെ കഴിക്കുക. ആ ഒരു സ്നേഹവും സന്തോഷവും ഇന്നില്ലല്ലോ. സ്നേഹങ്ങളും സന്തോഷങ്ങളും കുറയാണ്. ആധുനിക ടെക്നോളജികളും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ വളരുന്നുവെങ്കിലും ഇങ്ങനെയുള്ളത് ഈ ഒരു സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു, അതെ ഞങ്ങൾ ഇങ്ങനെ വിട്ടുപിരിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫജ്തമിഉ അലാ തുഅമിക്കും, നിങ്ങളെ ഭക്ഷണത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരുമിച്ച് കൂടാം. എന്നുപോലെ കുറുസ്മല്ല, അള്ളാഹിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ കഴിച്ചോളി, എന്നാൽ യുബാറക്ക് ലക്കും, ആ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വീട്ടിലേക്ക് രാത്രിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലാതിരുന്നാൽ, അതുപോലെ ഭക്ഷണം കഴിക്കും ബിസ്മി ചൊല്ലാതിരുന്നാൽ, അള്ളാഹിൻ്റെ പേര് പറയാതിരുന്നാൽ എന്ന് ചുരുക്കം എന്താ സംഭവിക്കുക? പിശാചിന് വലിയ സന്തോഷമാണ്. പിശാച് പറയും, ബിസ്മി ചൊല്ലാത്ത ഒരു സാഹചര്യത്തിൽ ബിസ്മി ചൊല്ലുകയും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലു, വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ പിശാച് അവൻ്റെ അനുയായികളോട് പറയൂത്രയും, ലാ മബീത്തലക്കും വലാശ, നിങ്ങൾക്കിന്ന് രാത്രി കിടക്കാൻ സ്ഥലമില്ല, നിങ്ങൾക്ക് രാത്രി ഭക്ഷണമല്ല. കാരണം ആ വീട്ടുകാരൻ അള്ളാഹിൻ്റെ പേര് പറഞ്ഞ് വീട്ടിലേക്ക് കയറി
ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചു, നിങ്ങൾക്ക് അവിടെ ഒരു ഒന്നുമില്ല എന്ന് പറയുന്നതാണ്. കാരണം പിശാച് പോലും ഒറ്റപ്പെട്ടു പോവുകയാണ് നമ്മൾ ബിസ്മി ചൊല്ലുമ്പോൾ. എന്നാൽ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലോ, ബിസ്മി ചൊല്ലിയാൽ അങ്ങനെ പറയും, ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലോ അപ്പോൾ പിശാച് പറയും അദ്റത്തുമുൽ ബബീത്ത്, നിങ്ങൾക്ക് കിടക്കാൻ സ്ഥലമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇന്ന് കിടക്കാൻ സ്ഥലമുണ്ട് എന്ന് പിശാച് അവൻ്റെ പറയും. കാരണം നമ്മളെ വീട്ടിൽ പിശാച് കഴിയുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കും ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലോ അപ്പോൾ അവൻ പറയും അജ്റത്തുമുൽ അഷ, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ രാത്രി ഭക്ഷണമുണ്ട്, കാരണം അയാൾ ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന് പിശാച് പറയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ, ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. ഈ ഒരു പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ഉടനീളം ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം രാത്രിയിൽ നമ്മൾ കിടക്കുന്നത് വരെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലുന്ന ഓരോ ദിക്റുകൾ, ഓരോ സാഹചര്യത്തിലും ദിക്റുകളും ദുആയും പരിശുദ്ധ ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ വലിയൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.